നമസ്കാരം. ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയം എന്നോണം കണക്കാക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് ഇന്നൊരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം ഇന്നൊരു പൂർണ്ണമായ ഭൂപ്രദേശീയ പ്രതിസന്ധിയിലേക്ക് വളർന്നു. ലോകത്ത് ദിനംപ്രതി ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏകദേശം 20% കടന്നു പോകുന്ന ഈ കടലെടുക്ക് ഇപ്പോൾ ഏകദേശം അടഞ്ഞ നിലയിലാണ്. ഇറാൻ സൈനികമായി കടലെടുക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും മൈനുകളും ഡ്രോൺ ഭീഷണികളും ചേർന്നാണ് ഈ അവസ്ഥ രൂപപ്പെട്ടത്. അതിനിടെ അമേരിക്ക ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച ആക്രമണവും നടത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഹോർമൂസിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ പ്രതിസന്ധി ഇപ്പോൾ ഒരു സാധാരണ യുദ്ധമല്ല, ലോകത്തിന്റെ സാമ്പത്തിക നാഡിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു ശക്തി സമവാക്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊരു പരിമിതമായ സംഘർഷമല്ല എന്ന് വ്യക്തമാണ്. ഇറാന്റെ പ്രധാന നേതാക്കളെ ഇസ്രയേൽ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുകയും അതിന് പ്രതികാരമായി ഇറാൻ ഇസ്രയേലിനെയും ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്യുകയാണ്. യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം ലെബനൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും നേരിട്ട് ആക്രമണ ഭീഷണിയിൽ പെടുകയും ചെയ്തു. ഇതിന്റെ കേന്ദ്രത്തിൽ തന്നെയാണ് ഹോർമൂസ്. ഇപ്പോൾ ഹോർമൂസ് ഇനി പഴയ നിലയിലേക്ക് മടങ്ങിയെത്താൻ സാധ്യത കുറവാണെന്ന ആശങ്ക ശക്തമാവുകയാണ്. കാരണം ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ചോക്ക് പോയിന്റ് ആയി മാറിയിരിക്കുന്നു. ഇറാൻ തുറന്നു പറയുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുവദിക്കില്ല എന്നാണ്. ഇതിനിടയിൽ തന്നെ ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ല എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ മുന്നറിയിപ്പ് കൂടി പുറത്തു വന്നുകഴിഞ്ഞു. US, ഇസ്രായേൽ, ഇറാൻ എന്നിവർ ഉൾപ്പെട്ട സൈനിക ഏറ്റുമുട്ടലുകളെ തുടർന്ന് മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിലാണ് മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ പരാമർശം. ഇത് ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയുടെ സുസ്ഥിരതയെക്കുറിച്ച് ആശങ്ക കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ ഹോർമൂസ് ഒരു നിയന്ത്രിത പ്രവേശന മേഖലയായി മാറുകയാണ്. ഇത് ഭാവിയിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാൻ ഇടയാക്കും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ആദ്യം എണ്ണവില. ബ്രന്റ് ക്രൂഡ് വില ഇപ്പോൾ തന്നെ $100 കടന്നതായി റിപ്പോർട്ടുകളുണ്ട്. എണ്ണവില ഇനിയും ഉയർന്നാൽ ലോകമെമ്പാടും വിലക്കയറ്റം കൂടും. ഗതാഗത ചിലവ്, വൈദ്യുതി, ഭക്ഷ്യവില എല്ലാം ഉയരും. രണ്ടാമതായി ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മാതൃക തന്നെ മാറ്റം നേരിടുമെന്നുള്ളതാണ്. സൗദി അറേബ്യയും UAE-യും കടലിടുക്ക് ഒഴിവാക്കി പൈപ്പ് ലൈൻ വഴി എണ്ണ കയറ്റുമതി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഹോർമൂസിന്റെ പ്രാധാന്യം കുറയ്ക്കുന്ന ഒരു ദീർഘകാല മാറ്റത്തിന് വഴിവെക്കും. മൂന്നാമതായി അന്താരാഷ്ട്ര കടൽ ഗതാഗതം തന്നെ അപകടത്തിലായിരിക്കുകയാണ്. കപ്പൽ ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ ഉയർന്നു. പല കമ്പനികളും യാത്ര നിർത്തി. ഇത് ആഗോള വ്യാപാരത്തെ തന്നെ മന്ദഗതിയിലാക്കും. ഇന്ത്യക്കുള്ള ബാധ്യതയും വളരെ ഗുരുതരമാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു വിഹിതം ഗൾഫ് മേഖലയിലാണ് നിന്നുള്ളത്. ഇന്ത്യൻ കപ്പലുകൾക്ക് പ്രത്യേക അനുമതി നൽകി കടന്നു പോകാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ഥിരമായ ഒരു പരിഹാരമല്ല. ഇന്ത്യയിൽ ഇതിനകം തന്നെ ഇന്ധനവില ഉയരാനുള്ള സമ്മർദ്ദം വർദ്ധിച്ചു കഴിഞ്ഞു. രൂപയുടെ മൂല്യം താഴാനുള്ള സാധ്യതയും വിദേശ നിക്ഷേപം കുറയാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഇതോടൊപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയും ഒരു വലിയ ആശങ്കയാണ്. ഹോർമൂസ് പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങളെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. UAE-യിൽ ഡ്രോൺ ആക്രമണങ്ങളും സൗദി അറേബ്യയിൽ സുരക്ഷാ ഭീഷണികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയോട് കൂടുതൽ സൈനിക സഹായം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയും ഉയർത്തുന്നു. അതേസമയം ഈ പ്രതിസന്ധി മനുഷ്യാവകാശ പ്രശ്നങ്ങളിലേക്കും നീങ്ങുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യം. ഹോർമൂസ് വഴി ഭക്ഷണവും മരുന്നും എത്തിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് ഭാവിയിൽ ഒരു മാനവീയ ദുരന്തമായി മാറും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതാണ്. ആദ്യമായി അന്താരാഷ്ട്ര ഇടപെടൽ അനിവാര്യമാണ്. ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അടിയന്തര സമാധാന ചർച്ചകൾക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. രണ്ടാമതായി ഹോർമൂസിനെ നിഷ്പക്ഷ വ്യാപാര പാതയായി പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമാവുകയാണ്. ഇത് ഇല്ലെങ്കിൽ ലോകം ഒരു സ്ഥിരമായ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. മൂന്നാമതായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ വേണം. പ്രോക്സി യുദ്ധം അവസാനിപ്പിക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. നാലാമതായി ഗൾഫ് രാജ്യങ്ങൾ സൈനിക ആശ്രയം കുറച്ച് നയതന്ത്ര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇന്നത്തെ ഹോർമൂസ് പ്രതിസന്ധി നാളെയുടെ ആഗോള സാമ്പത്തിക തകർച്ചയായി മാറാൻ ഇടയുണ്ട്. ഹോർമൂസ് അടഞ്ഞാൽ ലോകത്തിന്റെ ഊർജ്ജ നാഡി മുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യകത മാത്രമല്ല, നിലവിൽ ആഗോളതലത്തിൽ തന്നെ ഉയരുന്ന അത്യാവശ്യമാണ്.